നമ്മളിപ്പോൾ പോണത് കൂർഗ് മടിക്കേരിയിലുള്ള ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലോട്ടാണ്. ആക്ച്വലി ടാറ്റ ഷോറൂമിൽ നിന്ന് ഞങ്ങൾക്കൊരു ഹോളിഡേ വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കകത്തുള്ള കുറച്ച് ക്ലബ് മഹീന്ദ്ര റിസോർട്ട്സിൽ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ നമുക്ക് 2 നൈറ്റ്സ് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാം. കൂർഗിലെ മടിക്കേരിയിലുള്ള ക്ലബ് മഹീന്ദ്ര റിസോർട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മളിവിടെ പാലക്കാട് നിന്ന് കോഴിക്കോട് കണ്ണൂർ വഴിയാണ് കൂർഗിലോട്ട് പോയത്. 33 ഏക്കേഴ്സിലായിട്ട് 100+ റൂംസാണ് ഇവിടെ ഉള്ളത്. ഒരു മിനി ഫോറസ്റ്റിനകത്തുള്ള ഒരു റിസോർട്ടാണെന്ന് തന്നെ പറയാം. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടൊരു പീസ്ഫുൾ ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ എൻറ്റയർ 33 ഏക്കേഴ്സിനകത്ത് ഈ കാണുന്നത് പോലെ ഒരുപാട് കോട്ടേജസ് ഉണ്ട്. ഓരോന്നിനും ഡിഫറെൻറ്റ് നെയിംസും അവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമായിരുന്നു നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ റൂമൊന്ന് കണ്ടാലോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂം. ട്രഡീഷണൽ ആയിട്ടുള്ള കൂർഗ് എലമെൻറ്റ്സ് കൊണ്ടാണ് ഈ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ്. ബെഡ് കൂടാതെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ സോഫ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ റൂം അവൈലബിലിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് ജാൻ 1 സ്റ്റേ ചെയ്യാനുള്ള റൂം നമ്മൾ ഒക്ടോബർ 1 വീക്ക് തന്നെ ബുക്ക് ചെയ്തു. എല്ലാ ഹോട്ടൽസിലും കാണുന്നത് പോലെ ഇവിടെ നമുക്ക് കോഫി ടീ ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കെറ്റിലും മഗ്ഗും ബാക്കി പൗഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു മിനി ഫ്രിഡ്ജാണ്. ബാത്റൂം കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരുന്നു. ബട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഹെയർ ഡ്രയർ, 2 pairs ഓഫ് ടൂത്ത് ബ്രഷും പേസ്റ്റും വരെ ഉണ്ടായിരുന്നു ഇവിടെ. നേരത്തെ പറഞ്ഞതുപോലെ ബാത്തിങ് ഏരിയ കുറച്ച് സ്മോൾ ആണ്, ബട്ട് ഇറ്റ്സ് നീറ്റ് ആൻഡ് ക്ലീൻ. ഇതുവരെ പോയിട്ടുള്ള ഒരു ഹോട്ടലിലും എനിക്ക് ഇത്രയും വെറൈറ്റീസ് ഓഫ് ടോയ്ലറ്ററീസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ബാൽക്കണിയുടെ നൈറ്റിലുള്ള വ്യൂ ആണ് കേട്ടോ. ആക്ച്വലി ഡെയിലി ഈവനിങ് 7 to 8 ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. ഫസ്റ്റ് ഡേ നമ്മളെത്താൻ കുറച്ച് ലേറ്റ് ആയത് കൊണ്ട് അന്നത്തെ നൈറ്റ് നമുക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ആ റിസോർട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മൾ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങി. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് ലൈറ്റ് ഡെക്കോഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള ബാൽക്കണിയിലെ കാഴ്ചകളാണ്. കൂർഗിലെ തണുപ്പിൽ ഒരു മോർണിംഗ് കോഫിയൊക്കെ കുടിച്ച് ഇവിടുത്തെ ഈ ലഷ് ഗ്രീൻ ട്രീസൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. നല്ലോണം കാറ്റും വീശുന്നുണ്ടായിരുന്നു. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ആ റിസോർട്ടിനകത്തൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തായിരുന്നു ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്റ്റേജൊക്കെ ഇപ്പോഴും ഇവിടെ കാണാം കേട്ടോ. ഈ കാണുന്നതാണ് കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ. ഈ കാണുന്നത് ഒരു പോട്ടല്ല കേട്ടോ, ദിസ് ഇസ് ആക്ച്വലി എ വേസ്റ്റ് ബിൻ. ഒരുപാട് ട്രീസ് ഉള്ളത് കൊണ്ട് തന്നെ സൺലൈറ്റ് ഉള്ള ടൈമിലും നമുക്കിതിനകത്ത് കൂടെ ടയർഡ് ആവാതെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇതിവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആക്ച്വലി ഇവിടെ 3 റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്. ഇതിവിടുത്തെ ഗെയിം സോണാണ്. ഗെയിംസ് കൂടാതെ ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട്. ഈ ഗെയിംസൊക്കെ കളിക്കാൻ നമ്മൾ ആക്ച്വലി കുറച്ച് എമൗണ്ട് പേ ചെയ്യണം. ഇതാണ് കിഡ്സിൻ്റെ ഏരിയ. 12D ആനിമേറ്റഡ് ഷോ കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് റീഡ് ചെയ്യാനും പെയിൻറ് ചെയ്യാനും അങ്ങനെ എന്തും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈവൻ ഡ്രസ്സസ് പർച്ചേസ് ചെയ്യണമെങ്കിലും ഇതിനകത്ത് തന്നെ ചെയ്യാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ഇന്നലെ നൈറ്റ് നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ കാണുന്നത് ഇവിടുത്തെ 3 റെസ്റ്റോറൻറ്റ്സിലെ വേറൊരു റെസ്റ്റോറൻ്റാണ്. ബെവറേജസും കിട്ടും ഇവിടെ. ചെക്കിൻ ടൈമിൽ നമ്മളൊരു 2300 rupees പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നോൺ റീഫണ്ടബിൾ ആണ്. ആ ക്യാഷ് നമ്മൾ ഇതിനകത്തുള്ള ഗെയിംസിലോ റെസ്റ്റോറൻറ്റ്സിലോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിലോ ആയിട്ട് സ്പെൻഡ് ചെയ്യണം.
കാർ റേസിങ്ങും ATV റൈഡും 12D ഷോ ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിഡ്സിനായിട്ടുള്ള പെയിൻറ്റിങ് ക്ലാസ്സും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 7 PM ആയപ്പം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കാണാനായിട്ട് ഇറങ്ങി. ഇന്നത്തെ പ്രോഗ്രാം വാസ് DJ. ഓരോ ഡേയും ഡിഫറെൻറ്റ് ഷോസാണ് ഉണ്ടാവാറ്. അങ്ങനെ 2 days സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ക്ലബ് മഹീന്ദ്രയോട് ബൈ ബൈ പറഞ്ഞ് നമ്മളിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ബൈ ആൻഡിൽ നെക്സ്റ്റ് ടൈം.